ഇനി നമുക്കൊരു അടിപൊളി എഗ് ബുർജി ഉണ്ടാക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം. സവാള നല്ല ചെറുതായിട്ട് അരിഞ്ഞത് ഒരെണ്ണം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് അത്യാവശ്യം ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും 2 പച്ചമുളക് അരിഞ്ഞും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നിങ്ങൾക്ക് നല്ല സ്പൈസി ആയിട്ട് ആക്കണമെങ്കിൽ പൊടികളുടെ എമൗണ്ടൊക്കെ ഒന്ന് കൂട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഒരു വലിയ ടൊമാറ്റോ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് വെന്തലിയണം കേട്ടോ. അതുവരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. ഈ സമയത്ത് ഞാൻ കുറച്ച് കുരുമുളക് കൂടി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഈ ടൈമിൽ ചേർക്കുകയാണേ. ഇത് നമുക്ക് ഈ മസാല ഒന്ന് സൈഡിലേക്ക് ആക്കി വയ്ക്കാം. ഇനി നമുക്കൊരു 4 മുട്ട ഉപ്പും കുരുമുളകൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് മുട്ട നന്നായിട്ട് ചിക്കി പൊരിച്ചെടുക്കണം. നല്ല ചെറിയ ചെറിയ പീസായിട്ട് ചിക്കി പൊരിക്കാൻ നോക്കണം കേട്ടോ. ഇപ്പം നമ്മുടെ മുട്ടയൊക്കെ നന്നായിട്ട് കുത്തി പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ചധികം മല്ലിയിലയും കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ എഗ് ബുർജി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട്. അപ്പം നമ്മുടെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള എഗ് ബുർജി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.